നമ്മളിൽ നിന്ന് 124 പ്രകാശവർഷം അകലെ ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെ ചുറ്റുന്ന ഒരു ഗ്രഹമുണ്ട് K218b. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ശാസ്ത്രലോകത്തെ ഏറ്റവും വലിയ ചർച്ചാവിഷയങ്ങളിലൊന്നായിരുന്നു ഈ ഗ്രഹം. കാരണം ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് നടത്തിയ ആദ്യ നിരീക്ഷണങ്ങളിൽ ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ അന്യഗ്രഹജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ ചില ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ ആഴത്തിലുള്ള ഒരു പുതിയ പഠനം ആ ചർച്ചകൾക്ക് ഒരു പുതിയ ദിശ നൽകുകയാണ്. എന്തായിരുന്നു ആ ആദ്യത്തെ ആവേശകരമായ കണ്ടെത്തൽ? കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഒരു സംഘം ശാസ്ത്രജ്ഞർ K218bയുടെ അന്തരീക്ഷത്തിൽ ഡൈമീഥൈൽ സൾഫൈഡ് എന്ന തന്മാത്രയുടെ സൂചനകൾ കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചു. ഭൂമിയിൽ ജീവജാലങ്ങൾ, പ്രത്യേകിച്ചും സമുദ്രത്തിലെ പ്ലാങ്ക്ടണുകൾ മാത്രമാണ് ഈ തന്മാത്ര ഉത്പാദിപ്പിക്കുന്നത്. അതിനാൽ മറ്റൊരു ഗ്രഹത്തിൽ ഇത് കണ്ടെത്തിയാൽ അത് ജീവന്റെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നായി മാറും. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ അതേ ഡാറ്റ വിശകലനം ചെയ്ത മറ്റ് പല ശാസ്ത്രസംഘങ്ങളും ഈ കണ്ടെത്തലിനെ സ്ഥിരീകരിച്ചില്ല. അതോടെ K218b ഒരു വലിയ ശാസ്ത്രീയ തർക്കത്തിനു വേദിയായി. ഈ തർക്കത്തിന് ഒരു അന്ത്യം കുറിക്കാൻ ആ ചർച്ചകളിൽ പങ്കെടുത്ത പല ശാസ്ത്രജ്ഞരും ഇപ്പോൾ ഒരുമിച്ചിരിക്കുകയാണ്. ജെയിംസ് വെബിൽ നിന്ന് ലഭിച്ച ഏറ്റവും പുതിയ 4 നിരീക്ഷണങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പഴയ ഡാറ്റയുമായി സംയോജിപ്പിച്ച് അവർ ഒരു പുതിയ, സമഗ്രമായ പഠനം നടത്തി. ആ പഠനത്തിന്റെ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. പുതിയ, കൂടുതൽ കൃത്യതയുള്ള ഡാറ്റ അനുസരിച്ച് K218bയുടെ അന്തരീക്ഷത്തിൽ ഡൈമീഥൈൽ സൾഫൈഡിന്റെ യാതൊരു തെളിവുമില്ല. അന്യഗ്രഹജീവൻ എന്ന ആവേശകരമായ സാധ്യതയ്ക്ക് തൽക്കാലം വിരാമമായി. എന്നാൽ ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വലിയ വാതിൽ തുറക്കുകയായിരുന്നു. ആ പഠനത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ മറ്റൊന്നായിരുന്നു. K218b ഒരു ജലസമ്പന്നമായ ലോകമാണ്. എങ്ങനെയാണ് അവർ ഈ നിഗമനത്തിലെത്തിയത്? ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും ധാരാളമായി ഉണ്ടെന്ന് അവർ ഉറപ്പിച്ചു. എന്നാൽ അന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗത്ത് ഒട്ടും നീരാവി കണ്ടെത്താനായില്ല. ഈ പ്രത്യേക രാസഘടനയ്ക്ക് ഒരേയൊരു വിശദീകരണമേയുള്ളൂ: ഗ്രഹത്തിന്റെ ഉള്ളിൽ, ആഴങ്ങളിൽ ഭീമമായ അളവിൽ ജലം ഉണ്ടായിരിക്കണം. ഇതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ ഈ ഗ്രഹത്തിന് വളരെ കട്ടിയുള്ള ഒരു ഭീമൻ അന്തരീക്ഷമുണ്ട്, അതിൽ 10 മുതൽ 25% വരെ ജലം കലർന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നേർത്ത ഒരന്തരീക്ഷത്തിനു താഴെയായി ദ്രാവകരൂപത്തിലുള്ള ഒരു മഹാസമുദ്രം തന്നെയുണ്ടാകാം. ഏത് സാധ്യതയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്: K218bയുടെ ഉൾഭാഗം ജലത്താൽ സമ്പന്നമാണ്. അപ്പോൾ അന്യഗ്രഹജീവൻ എന്ന സ്വപ്നം അവസാനിച്ചോ? തൽക്കാലത്തേക്ക് അതെ. പക്ഷേ ഈ കണ്ടെത്തൽ മറ്റൊരു വലിയ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഭൂമിയെപ്പോലെയല്ലാത്ത ഗ്രഹങ്ങളിൽ എങ്ങനെയാണ് ദ്രാവകരൂപത്തിലുള്ള ജലത്തിന് നിലനിൽക്കാൻ കഴിയുക എന്ന് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരിടമാണ് K218b. തണുത്തതും ജലസമ്പന്നവുമായ ഈ ലോകം പ്രപഞ്ചത്തിലെ ജലസാന്നിധ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിലെ ഒരു പുതിയ അധ്യായമാണ്. അതിന്റെ ഉള്ളിൽ ഒരു സമുദ്രമാണോ അതോ ഒരു ഭീമൻ മഞ്ഞുകാമ്പാണോ എന്നറിയാൻ ഇനിയും ഒരുപാട് പഠനങ്ങൾ വേണ്ടിവരും.